അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും ശക്തമായതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞു. സമുദ്ര ഗതാഗതം പ്രതിസന്ധിയിലായത് ആഗോള എണ്ണ വിതരണം, കപ്പൽ ഗതാഗതം, ഇൻഷുറൻസ് ചെലവ്, ചരക്ക് ഗതാഗത നിരക്കുകൾ എന്നിവയിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കും. നിലവിൽ എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമില്ലെങ്കിലും സംഘർഷം ദീർഘിക്കുകയാണെങ്കിൽ ഊർജ്ജ വിപണിയിലും ആഗോള സമ്പദ് വ്യവസ്ഥയിലും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഹോർമുസിൽ അമേരിക്കയുടെ ഏകോപനത്തിലുള്ള പാതയിൽ ഏതാണ്ട് പൂർണ്ണമായും കപ്പൽ ഗതാഗതം നിലച്ചതായി പ്രമുഖ സമുദ്ര വിവര സ്ഥാപനമായ ലോയിഡ്സ് ലിസ്റ്റ് ഇന്റലിജൻസ് പറയുന്നു. സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ജൂലൈ 7 ചൊവ്വാഴ്ച മുതൽ വലിയ കപ്പലുകളൊന്നും അമേരിക്ക ഏകോപിപ്പിക്കുന്ന സദേൺ ഹൈവേ വഴി കടലിടുക്ക് മുറിച്ചു കടന്നിട്ടില്ല. എന്നാൽ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം സംവിധാനം ഓഫ് ചെയ്ത് 2 കപ്പലുകൾ കടന്നതായി സംശയിക്കുന്നുണ്ട്. സമുദ്ര ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ വിൻഡ്വാർഡ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തിങ്കളാഴ്ച 45 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നിരുന്നു. എന്നാൽ ബുധനാഴ്ച വെറും 5 കപ്പലുകൾ മാത്രമാണ് കടന്നത്. വ്യാഴാഴ്ച ഗതാഗതം വളരെ പരിമിതമായി മാത്രമാണ് നടക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ദിവസേന ശരാശരി 130 കപ്പലുകൾ ഈ കടൽപാത വഴി കടന്നുപോയിരുന്നു. അതിനിടെ ഇന്നലെ ഇറാന്റെ തെക്കൻ മേഖലയിൽ നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ സംഘർഷം രൂക്ഷമാകുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും അമേരിക്ക ഇറാനിലെ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സംഘർഷം രൂക്ഷമായിട്ടും അന്താരാഷ്ട്ര എണ്ണവിലയിൽ വലിയ വർധനവ് നിലവിലുണ്ടായിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.